റേഷൻ കടയിൽ നിന്നും വാങ്ങിയ പച്ചരി കഴുകുമ്പോഴാണ് നീലനിറം. NTR നിരപ്പേൽ ബിജു തോമസ് ആണ് ഇത് സംബന്ധിച്ച് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. NTR അക്ഷയ്ക്ക് സമീപമുള്ള റേഷൻ കടയിൽ നിന്നാണ് ബിജു കഴിഞ്ഞ ദിവസം 5 കിലോ പച്ചരി വാങ്ങിയത്. വീട്ടിലെത്തി പച്ചരി പാത്രത്തിലിട്ട് കഴുകുമ്പോഴാണ് നീലനിറം ശ്രദ്ധയിൽപ്പെടുന്നത്. വീണ്ടും പച്ചരി എടുത്ത് കഴുകുമ്പോഴും നീലനിറം തന്നെ. പച്ചരി കയ്യിലെടുത്താൽ പൊടിഞ്ഞു പോകും. ഇതോടെ ബിജു റേഷൻ കടയിലെത്തി റേഷൻ കട അധികൃതരോട് പരാതി പറഞ്ഞു. അപ്പോൾ അരി മാറ്റിത്തരാമെന്ന മറുപടിയാണ് ലഭിച്ചത്. ഫുഡ് സേഫ്റ്റി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ കിണറ്റിലെ വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശമുണ്ടെങ്കിൽ ഇത്തരം പ്രതിഭാസം ഉണ്ടാകാം എന്ന് പറഞ്ഞെന്നും ആ വെള്ളത്തിൽ നേരത്തെ വാങ്ങിയ അരി കഴുകിയപ്പോൾ നിറം വന്നില്ലെന്നും ബിജു പറയുന്നു. എനിക്കുണ്ടായ അനുഭവം വിവരിക്കാനാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഇന്നലെ ഞങ്ങളുടെ അടുത്തുള്ള NTR അക്ഷയ്ക്ക് സമീപമുള്ള റേഷൻ കടയിൽ നിന്ന് ഞാൻ പച്ചരി വാങ്ങി. രാവിലെ 10 മണിക്ക് വാങ്ങി. അരി വാങ്ങിക്കൊണ്ടുവന്ന് എൻ്റെ ഭാര്യ വെള്ളം ഒഴിച്ച് കഴുകാൻ നോക്കിയപ്പോൾ അരിക്കും വെള്ളത്തിനും ഫുൾ നീല നിറമായി. അതങ്ങനെ കൊണ്ട് നമ്മൾ ഉപയോഗിച്ചില്ല. അരി വെള്ളത്തിൽ അവിടെ ഇട്ടിരുന്നു. വൈകിട്ടായപ്പോഴത്തേനും അരി ഫുൾ നീലയായി. ഞാൻ റേഷൻ കട കൊണ്ട് അരി കൊണ്ട് കാണിച്ചു. അവർക്ക് മനസ്സിലായി നല്ല ഫുൾ സൂപ്പർ വെയിറ്റ് മുക്കി പോലാണ്ടിരിക്കും, അത്ര നിറമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അരി മാറിത്തരാമെന്ന് പറഞ്ഞു. എന്നാലും എനിക്കതൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി, അധികാരികളെ അറിയിക്കണം തോന്നി. അതുകൊണ്ട് ഞാനിങ്ങനെ പൊതുജന മൊത്തത്തിൽ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. എനിക്ക് റേഷൻ കടക്കാരോട് പരാതിയില്ല, പുള്ളിയൊന്നും ചെയ്യുന്നില്ലല്ലോ. എനിക്ക് സപ്ലൈക്കോട് പരാതിയുണ്ട്, അതൊന്ന് രേഖപ്പെടുത്തുന്നു. ഞാൻ ഫുഡ് സേഫ്റ്റി ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ ആലോചിക്കുന്നു. അവർ ബന്ധപ്പെട്ട് സമീപത്തെ വേറൊരു കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരി കഴുകിയപ്പോൾ വീണ്ടും നീല നിറമാണ്. സാധാരണക്കാരായ നിരവധി പേരാണ് റേഷൻ കടയിൽ നിന്നും പച്ചരി വാങ്ങിയിരിക്കുന്നത്. പച്ചരിക്ക് നീല നിറമായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. വെള്ളവും നീലനിറമായി, അരി നീലനിറമായി. ഈ അരി ഇനി ഒരു അരമണിക്കൂർ ഇരുന്നാൽ മൊത്തം നീലനിറമാവും. ഞാൻ ഇന്നലെ റേഷൻ കടക്കാരൻ്റെ കൂടെ കാണിച്ചു. ഇപ്പോൾ റേഷൻ കടക്കാരൻ്റെ കുഴപ്പമല്ല എന്ന് എനിക്കറിയാം. സപ്ലൈക്കോട് കുഴപ്പം റേഷൻ കടക്കാരൻ ചെയ്യുന്നല്ല. എന്നാലും അയാളെ കൊണ്ട് കാണിച്ചു. എനിക്ക് ഇതിനെക്കുറിച്ച് എന്നാന്ന് അറിയത്തില്ല. അരി മാറി തരാമെന്നോട് പറഞ്ഞു. എന്നാലും ഇത് ഒരു സംശയത്തിന് ഇട നൽകുന്നു. ഞാൻ ആരോഗ്യ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ ഇത് കഴിക്കരുത്, ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശവും കിട്ടിയിട്ടുണ്ട്. ഇതാണ് നീല നിറമാണ്. ഇപ്പം വെള്ളത്തിനുണ്ടോ കുറച്ച് സൂപ്പർ വൈറ്റ് നിറമാണ്. അരി നിറം വരുന്നുണ്ട്. ഉണ്ടോ ഇച്ചിരി കഴിയുമ്പോൾ അരി മൊത്തം നീല നിറം, ഒറിജിനൽ നീല നിറമാവും. രണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. തന്നെ അല്ല, ഈ അരി ഇങ്ങനെ കൈ പിടിച്ച് പൊടിച്ചാൽ പൊടിഞ്ഞങ്ങ് പോവുകയാണ്. ഒന്ന് കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോവുകയാണ്. ഈ അരുത്ത് പോകുന്നു. ഇതൊരു അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ മൊത്തം അരിക്ക് നീല നിറമാവും. സൂപ്പർ വൈറ്റ് നിറമാണ്, സൂപ്പർ വൈറ്റ് കളറാകുകയാണ്. റേഷൻ കടക്കാരുടെ പരാതിയില്ല, അയാൾ ചെയ്തതല്ല. പക്ഷേ സപ്ലൈക്കോട് ഉള്ളൊരു പരാതി ഞാൻ ഇത് കൂടി ബോധിപ്പിക്കുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അടിയന്തരമായി പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കാഞ്ഞിരപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ G. അഭിജിത്ത് പറഞ്ഞു.